കൂട്ടുകാരെ, നമ്മുടെ കുറ്റിക്കുരുമുളകിൽ നിന്ന് പറിച്ചെടുത്ത പച്ചക്കുരുമുളകൊക്കെ ചേർത്ത് അല്പം മല്ലിയൊക്കെ ചേർത്ത് വളരെ വ്യത്യസ്തമായിട്ട് വെക്കുന്ന ഒരു ഫിഷ് കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ്റ്റർ ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത്. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ പ്ലീസ് കുക്ക് അറ്റ് ഹോം. ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കുരുമുളകാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കൊണ്ട് കുക്ക് ചെയ്യാൻ. കുരുമുളകെല്ലാം ഞാനൊന്ന് നന്നായിട്ട് കഴുകി വെച്ചു. ഒന്ന് നമുക്കിതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം. കറിവേപ്പില ഇട്ടു, അതുപോലെ കുറച്ച് ഇഞ്ചി, കൊച്ചുള്ളി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായ പച്ചക്കുരുമുളക്. ഇത് പെപ്പർ ഫിഷ് കറി എന്ന് വേണമെങ്കിൽ പറയാൻ. കാര്യം നമ്മൾ മറ്റേ മുളക് പൊടി ഇതിൽ ചേർക്കുന്നേ ഇല്ല. ഹോളായിട്ടുള്ള മല്ലി, പിന്നീട് ഉപ്പ്, ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. കൊച്ചുള്ളി ഉള്ളത് കൊണ്ട് അത് അരഞ്ഞ് കിട്ടിക്കോളും, ഇല്ലെങ്കിൽ മാത്രമേ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. തരിതരിപ്പായിട്ട് അരച്ചു. ഇനി നമുക്കിത് കറി വയ്ക്കും. ഇത് നമ്മൾ മൺചട്ടി തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മൺചട്ടി തന്നെ അങ്ങോട്ട് വയ്ക്കാം. ഇതിന് ഞാൻ കുടംപുളിയാണ് പുളിക്ക് ഉപയോഗിക്കുന്നത്. കുടംപുളി അല്ല എങ്കിൽ നമുക്ക് പഴുത്ത തക്കാളി വേണമെങ്കിലും പുളിക്കായിട്ട് ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം. അത് പൊട്ടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇടണം. ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ആ റോസ് സ്മെല്ലങ്ങ് മാറും, മാത്രം. ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞൾ പൊടി ഇടാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കുടംപുളി, അത് ഞാൻ ഇച്ചിരി ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് വെച്ചിരുന്നതാണ് പുളി പെട്ടെന്ന് ഇറങ്ങാനായിട്ട്. ആ അരയ്ക്കാനെടുത്ത ആ ബ്ലെൻഡർ അതൊന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ഇപ്പം നോക്കണം. ഉപ്പും എരി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടരുത്. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മീനിൻ്റെ അനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ആവി വരാൻ തുടങ്ങുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള ഏത് മീനായാലും ഇതേ തരത്തിൽ തയ്യാറാക്കാം. മത്തിയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇളക്കുന്നതിന് കുഴപ്പമില്ല, പൊടിഞ്ഞു പോകത്തില്ല. ചാറിനകത്തൊന്ന് കിടക്കത്തക്കവണ്ണം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ചാറിങ്ങനെ പറ്റി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടെ പറ്റട്ടെ. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കാം. എരിയും, ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കുക, എരി വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക, പുളി വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച പുളിയുടെ വെള്ളമുണ്ടെങ്കിൽ അത് ഒഴിക്കാം, അതല്ലെങ്കിൽ പുളി തന്നെ ചേർക്കാം. ഇതിപ്പം ചാറൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ മീൻകറിയുടെ പാകം റെഡിയായി. അതിനുശേഷം നമ്മൾ കടുക് വറുത്തിട്ടാൽ മതി. അതിനുശേഷം ഇത് നമുക്കൊന്ന് തീ അങ്ങ് ഓഫ് ചെയ്യാണ്. കാര്യം തിളച്ച് കിടക്കുന്നതല്ലേ, ഒത്തിരി തിളപ്പിച്ചാൽ പിരിഞ്ഞ് പോകണ്ട. ഇതിങ്ങനൊന്ന് കലക്കി പാലെല്ലായിടത്തും ഒരുപോലെ തന്നെ തേങ്ങാപ്പാൽ നന്നായിട്ട് ചേരട്ടെ. ഇത് ചപ്പാത്തിക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെ ഒക്കെ വളരെ വളരെ നല്ല കറിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിന് നമുക്ക് കടുകും കൂടെ വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ റെസിപ്പിക്ക് നല്ലത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാവുന്ന ഉടനെ കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. 2-3 ഉലുവയും കൂടി ഇട്ടു. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. കറിവേപ്പില, വറ്റൽമുളക്, ഒരല്പം കായം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കടുക് വറുക്കുന്നത്. കറിക്കകത്തേക്ക് കടുക് വറുത്തും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രീൻ പെപ്പർ ഫിഷ് കറി അങ്ങ് റെഡിയാകും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ പച്ചക്കുരുമുളക് വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.